കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനം അങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗത്താതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ
മാതാവിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. തന്റെ കഷ്ടങ്ങൾ നീങ്ങി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായതിനായി സ്തോത്രം ചെയ്യാം. ഈ ലോക ജീവിതയാത്രയിലായിരുന്നപ്പോൾ ജീവിതത്തിലുണ്ടായ വിവിധങ്ങളാകുന്ന പ്രതിസന്ധികളുടെ മധ്യേ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച സ്വർഗീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നതിന് മുൻപ് തന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ഭാഗ്യം ആ നിക്ഷേപത്തെ കരുതിക്കൊള്ളുവാനും ദൈവകൽപ്പന പ്രകാരം ജീവിതയാത്ര നയിപ്പാനും കൃപ സ്തോത്രം ചെയ്യാം. ജീവിക്കാൻ കൊടുത്ത സമയത്ത് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും ജലസ്നാനം എടുക്കുവാനും പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ അപ്പോസ്തലീയ സത്യങ്ങളിൽ പിൻപറ്റുവാൻ ആ ജീവിതയാത്രയില്ലാത്ത തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ആത്മാവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. നടക്കേണ്ടാണ് ജനശരീരത്തിന്റെ അടക്കാരാധന ശുശ്രൂഷകളും എല്ലാം അനുഗ്രഹമായി ദൈവം നടത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധരുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയും മനസ്സിലുള്ള ദൈവത്തിന്റെ അത്ഭുതങ്ങൾ മക്കളെല്ലാം നൽകി നയിക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ സുഖസന്തോഷം അനുഭവിപ്പാനും എന്റെ ശാരീരിക ഘട്ടങ്ങളിലും ക്ലേശങ്ങളിലും ആശ്വാസം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടെ തന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായതിനായി സ്തോത്രം. ഇപ്പോൾ ജനശരീരത്തിന്റെ അടക്കത്തോടുള്ള ബന്ധത്തിന് കൂടപ്പെട്ടിരിക്കുന്ന ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, പരിസരവാസികൾ, സ്നേഹിതർ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോക സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മൂടി പോലെ കൂശിൻ
സ്നേഹം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷേക്കൈനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്. മേശമേലെന്തപ്പമുണ്ട്. പ്രകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ. സോദരം 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 സോദരം. ഈ പ്രിയ മാതാവിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സോദരം 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 സോദരം. തക്ക സമയത്ത് തന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനുള്ള മഹാഭാഗ്യം പ്രിയ മാതാവിന് കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 സോദരം. ഇന്ന് അടക്കാരാധനയോടുള്ള ബന്ധത്തിൽ കൂടപ്പെട്ടിരിക്കുന്ന ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ദൈവം അനുഗ്രഹമാക്കി തീർക്കണമെന്നായി സ്തോത്രം ചെയ്യാം. സോദരം 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 സോദരം. ഇന്നിവിടെ കൂടപ്പെടുന്ന ഓരോരുടെയും ജീവിതത്തിലോ ഈ ലോക ജീവിതയാത്രയിൽ നാം എങ്ങനെ ആയിരിക്കുന്നുവെന്നോ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചോ ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി ഒരു പുതുജീവിതം നയിപ്പാൻ ഒരുക്കപ്പെടുവാനിടയായി തീർന്നതിനായി സ്തോത്രം ചെയ്യാം. സോദര 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 സോദര. ഹല്ലേലൂയ. സോദരം 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 സോദര. ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും വന്നു ചേരത്തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സോദര 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 സോദര. സ്വർഗസ്വനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ സന്ദർഭത്തിൽ ഞങ്ങളെ തന്നെ ആരാഞ്ഞു പരിശോധിപ്പാനും ഈ ലോക ജീവിതയാത്രയിലായി ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഒരുക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇടക്കാരാധന ശുശ്രൂഷ കർത്താവ് നടത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സോദരം 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 സോദരം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും
ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരയണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനസിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. വരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ അധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. യെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നേ. ആശ്വാസം നൽകാത്തെ പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ. ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. കരവാളുന്ന ദേശത്താണ് വിവാഹം കഴിച്ചയച്ചിരുന്നത്. ദൈവം അവർക്ക് ദാനമായി 3 കുഞ്ഞുങ്ങളെയും കൊടുത്തു. ആ സാഹചര്യത്തിലാണ് പിതാവ് ചെറുപ്രായത്തിൽ തന്നെയും അവരിൽ നിന്ന് മാറ്റപ്പെട്ടത്. അപ്പോൾ അവിടെ പ്രയാസങ്ങളും പ്രതികൂലമായതിനാൽ അവിടെ നിന്ന് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് താമസിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഈ കുഞ്ഞുങ്ങളെ പിന്നീട് ഈ ഭവനത്തിൽ വന്ന് വളർത്തുന്നതിനും വളരെയേറെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങള്, ഓളങ്ങൾ, തിരമാലകളിൽ കൂടെ ഒക്കെ കടന്നുപോയി.
ദൈവം അവരെ നിലനിർത്തി. കുഞ്ഞുങ്ങളെ ദൈവം ഇവിടെ വന്ന് ശേഷം ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ മഹത്വത്തിന്റെ ദർശനം കൊടുത്ത് കർത്താവ് വിശുദ്ധന്മാരോടുള്ള ഐക്യത്തിലും ദൈവഭയത്തിലും അനുസരണത്തിലും വളർത്തുവാൻ കർത്താവ് അവരെ സഹായിച്ചു. കർത്താവ് അവർക്ക് ആ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിയതിൻ്റെ ഫലമായി അവർക്ക് ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരുടെ മക്കളെയും ദൈവം കുഞ്ഞുമക്കളെയും ദൈവം അനുഗ്രഹിച്ചു. എത്രത്തോളം പ്രത്യാശയോട് ജീവിപ്പാൻ ദൈവം സഹായിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും വരുമ്പോൾ വിശുദ്ധന്മാരോട് പറഞ്ഞു പ്രാർത്ഥിക്കുകയും അവർ അവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതികൂലങ്ങളൊക്കെയും ദൈവം അതിജീവിക്കുന്നതിനിടയായി. പിന്നൊക്കെയും കുഞ്ഞുങ്ങളെയൊക്കെയും നല്ല ജോലി കൊടുത്ത് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ 8 മാസക്കാലമായി കിടക്കയിലായിരുന്നു. പലപ്പോഴും ഞാൻ വന്നു പിന്നെ ഓരോ വിഷയങ്ങളൊക്കെയും പറയുകയും ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെയും പറയുമ്പോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ സഹോദരിയൊക്കെയും പറയുമായിരുന്നു. പിന്നീട് വരുമ്പോൾ ഒന്നും സംസാരിക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും എല്ലാം മൂളി കേൾക്കും. എന്നാലും കിടക്കയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവമായിരിക്കാനൊക്കെ ദൈവം സഹായിച്ചു. എൻ്റെ സഹോദരവർഗങ്ങൾക്ക് ലഭിക്കാത്ത സന്തോഷം കർത്താവ് അവർ കൊടുത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കുഞ്ഞുങ്ങളെയും ദൈവം വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ അവരെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ വലുതായി ഞാൻ കരുതുന്നത്. എന്നാലും ദൈവം അവർക്കൊരു മടുപ്പോ യാതൊരു വിധമായ പ്രയാസമൊന്നും ഉണ്ടാകാതെ ദൈവം എത്രത്തോളം അവരെ സഹായിച്ചു. കർത്താവെ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ എൻ്റെ സഹോദരിയെ ദൈവം വിശദീകരിച്ച് കർത്താവേ ദൈവം ആ സമയത്ത് ദൈവം ഒരുക്കണമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ലോകത്തു നിന്നൊരു യാത്ര പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊക്കെ ദൈവം അവരെ അനുഗ്രഹിച്ച് അവരെ എത്രത്തോളം നടത്തി അവർക്ക് മാതാവിനെ ശുശ്രൂഷിപ്പാനുള്ള വലിയ കൃപ കൊടുത്ത് അവരെ നോക്കുവാനും കാണുവാനും അവരെ ആദരിപ്പാനെല്ലാം ദൈവഭാഗ്യപ്പെടുത്തേനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ പല മാതാപിതാക്കളും നിരാശയിലും കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുമ്പോൾ കർത്താവിൻ സഹോദരിക്ക് ഇത്രത്തോളം സമാധാനത്തോടെ ആയിരിപ്പാന്നോളം ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വാസകോളത്തിൽ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരു അവസാനം പ്രാപിപ്പാന്തക്കവണ്ണം ആദ്യേക്കാൾ അന്തം നന്നായിരിപ്പാന്തക്കവണ്ണം പ്രിയപ്പെട്ടവരുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയിൽ ചോദിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യം. എല്ലാവരും കണ്ടു കാണത്തില്ലായിരിക്കും. പലപ്പോഴും വന്നും പോയിരിക്കുന്നുണ്ട്. ആരും എന്നെ അത്ര ശ്രദ്ധിക്കാറുമില്ല. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത എല്ലാ നന്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത് കരവാളൂരായിരുന്നു. അവിടെ ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ പിതാവ് ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മയെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മറ്റുള്ള കൂട്ട് നല്ലൊരു വസ്ത്രം ധരിപ്പാനോ അല്ലെ മറ്റു രീതികളിൽ നടപ്പാനോ ആഗ്രഹിച്ചെങ്കിലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാലും ദൈവം കൈവിടാതെ ഇതുവരെ ദൈവം നടത്തി. കുഞ്ഞുങ്ങളെയും മക്കളെയും കൊച്ചുമക്കളെയും കാണാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വരുമ്പോൾ അമ്മയാണ് എന്നെ പ്രാർത്ഥിച്ചയക്കുന്നത്. എപ്പോഴും വീണ്ടും ഞാൻ 6 മാസം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ സ്തോത്രം സ്തോത്രം. വീണ്ടും ഞാൻ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഇളയ മോനുമായിട്ട് വന്നപ്പോൾ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ നിരാശ തോന്നി. ദൈവമേ, ഈ ലോകത്തിങ്ങനെ വെച്ചേക്കുന്ന ആരും കഴിക്കാൻ ബുദ്ധിമുട്ട്, പല കാര്യത്തിലും ബുദ്ധിമുട്ട്. എങ്കിലും എൻ്റെ അനിയത്തിയും എൻ്റെ പെങ്ങളും വളരെ ശുശ്രൂഷിച്ചു. അവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചർച്ചക്കാരും ബന്ധക്കാരും സ്വന്തക്കാരും എല്ലാം വന്ന് കാണുകയും സഹായിക്കുകയും ചെയ്തു. അവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ വളരെ കൃത്യമായിട്ടും ഞങ്ങൾ മർത്തമല്ലാത്ത സമയത്തും സൺഡേ സ്കൂളിൽ ഞങ്ങളെ അടിച്ചു വിടുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് അമ്മയുടെ സഹോദരിമാരുടെ വസ്തു വാങ്ങിച്ച് ഇവിടെ ഞങ്ങൾ താമസിച്ചത്. എന്നാലും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലായിരുന്നു. എന്നാലും ദൈവം എനിക്കൊരു വഴി കാണിച്ചു തന്നു. അത് മുഖാന്തരം ചെറിയതാണെങ്കിലും കുടുംബാനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഇതുവരെ ദൈവം നടത്തുന്നു. വിശ്വാസത്തിൽ താഴെ വീഴും പോകാതെ
കർത്താവിന്റെ വരവിൽ ഏവരും കാണപ്പെടുവാൻ ദൈവമക്കളെ ഏവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് എന്റെ മാതാവിനെ കുറിച്ചൊരു വാക്ക് പറയുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ തന്നെ ഭാഗ്യത്തിനായി സ്തോത്രം. എന്റെ സഹോദരൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ തന്നെ എന്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ ഇളയ സഹോദരൻ എന്റെ പിതാവ് കണ്ടിട്ടില്ല. പക്ഷെ മരിച്ച 15 ദിവസം കഴിഞ്ഞാണ് എന്റെ അവനെ പ്രസവിക്കുന്നത്. എങ്കിലും ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോയെങ്കിലും എൻ്റെ അമ്മ ഞങ്ങളെ വളരെ ചിട്ടയിലും ശിക്ഷണത്തിലും വളർത്തി. അതിനാൽ ഞങ്ങൾ ദൈവഭയത്തിൽ വളരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഈ അപ്പോസ്തലൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകുന്ന ചെറു നേരത്തെ തന്നെ എൻ്റെ അമ്മ സ്നാനപ്പെട്ടു. ഈ വിശ്വാസം അനുസരിച്ച് ജീവിച്ചതാണ്. ഞാൻ പോകുന്നില്ല. ഞാൻ മുൻകൈത്തോമിൽ ഞങ്ങളെ കൊണ്ടാക്കി അമ്മ അവിടെ വന്നു. അന്ന് കുട്ടിയമ്മച്ചിയാണ് ഇരിക്കുന്നത്. അമ്മയുടെ എന്തോ സ്വന്തത്തിൽപ്പെട്ടതാണ്. നേര് കുട്ടിമാമയും വന്നു, നീ വരണം. അങ്ങനെയാണ് ഞങ്ങൾ മുൻകൈത്തോമിൽ വന്നത്. അവർ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. എന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിച്ചു. വിശുദ്ധന്മാർ ഞങ്ങളെ അധികമായി പ്രാർത്ഥിച്ചു. പക്ഷേ ചില സന്ദർഭം